റെഡിയായി ഊർജ്ജത്തോടെ നിൽക്കുകയല്ലേ. കേരളത്തിൽ എപ്പോഴും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വടക്കുന്ന് തെക്കോട്ടൊരു ജാഥ വരും. രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, അണികളെ ചലിപ്പിക്കുക, സംഘടനാ മെഷീനറിയെ ഒന്ന് എണ്ണയിട്ടെടുക്കുക. മൂന്നാമത് ആവശ്യമുള്ള കാശ് പിരിക്കുക. എന്തായാലും പരിപാടി വെച്ചല്ലേ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരിപാടി വെച്ച് കാശ് പിരിക്കുക. സഹാക്കളും താഴെയുള്ളവരും സാധാരണ പ്രവർത്തകരും മണ്ഡലം പ്രവർത്തകരും കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും BJP ആയാലും സാധാ പ്രവർത്തകർ ചെറിയ പൈസ പിരിക്കും, വലിയ നേതാക്കൾ വലിയ പൈസ പിരിക്കും. അങ്ങനെ എന്തായാലും പൈസ പിരിക്കും. അപ്പോൾ ബാർ മുതലാളിമാരിൽ നിന്ന്, കോറി മുതലാളിമാരിൽ നിന്ന് എല്ലാവരും പൈസ മേടിക്കണമല്ലോ, കാര്യം ജാഥയാണല്ലോ. അങ്ങനെ ജാഥ വരും. ഇടതുപക്ഷം സതീശൻ ഒറ്റ ജാഥയാണ് കാസർഗോഡ് നിന്ന് പുതുയുഗ യാത്ര, വേറെ ആർക്കും കൊടുത്തിട്ടില്ല, ഒറ്റ കൊട്ടേഷനാണ്. അതേസമയം നമ്മുടെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 3 കൊട്ടേഷൻ എടുത്തവർ. ഒന്ന് വടക്കുന്നൊരു ജാഥ, മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി, വടക്കുന്ന് ഗോവിന്ദ മാഷാന്ന് തോന്നുന്നു, തെക്ക് ബിനോയ് വിശ്വം, അങ്ങനെ 3 പേര്, 3 ജാഥകൾ. പക്ഷേ CPIക്ക് ഇപ്പം നേരം വെളുത്തു. ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, CPIക്ക് നേരം വെളുക്കും. കറക്റ്റ് 6 മണി 5:30 6 മണിയാകുമ്പോൾ CPIക്ക് നേരം വെളുക്കും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. CPIക്ക് പകൽ ഉച്ച സമയത്ത് നേരം വെളുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നേരം വെളുക്കും. പിണറായി വിജയൻ സംസാരിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പോകും. പണ്ട് കാലത്താണെങ്കിൽ ഒരു റിസർവ് ഓഡിയൻസ് ഉണ്ട് LDFന്. പറയണ ഷർട്ട് ഇട്ടുകൊണ്ട് വരും, പറയണ സാരി ഉടുത്തുകൊണ്ട് വരും, പറയണ മുണ്ടെടുത്തുകൊണ്ട് വരും, ചുരിദാർ, സാരി എന്ത് പറഞ്ഞാലും വാട്സപ്പിലും കിട്ടാൽ മതി. തൊഴിലുറപ്പുകാർ, ആശാ വർക്കേഴ്സ്, അംഗനവാടിക്കാർ, കുടുംബശ്രീക്കാർ, ഹരിത കർമ്മസേന, ഇങ്ങനെ ഒരു റിസർവ് ഓഡിയൻസ് ഉണ്ട്. അത് ഗ്രാമസഭ കൂടിയാലും അവർ 10-25 പേര് വരും. വികസന സെമിനാർ ആണെങ്കിലും കുറച്ച് പേര് വരും. ഇതുപോലത്തെ പരിപാടിക്കെല്ലാം കുറേ പേര് വരും. പക്ഷേ ഇപ്പോൾ അവർ കൈവിട്ടു. ഈ ഗവൺമെൻറ്റിനെ അവർ കൈവിട്ടു. കൊല്ലത്തെത്തിയപ്പോൾ കശുവണ്ടത്തുള്ള ആളുകൾ കൈവിട്ടു. തിരുവനന്തപുരത്തെത്തിയപ്പോൾ സകല പേരും കൈവിട്ടു. ഒരു ക്രിട്ടിക്കൽ മാസ് ഇവരെ കൈവിട്ടിരിക്കുകയാണ്. അങ്ങനെ ബിനോയ് വിശ്വത്തിന് അങ്ങനെ നേരം വെളുത്തു. രണ്ടാമത് ബിനോയ് വിശ്വം CPM-ഉം പന്തളത്ത് ഞങ്ങൾ ജയിച്ചില്ലേ, പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ നിന്ന് പിടിച്ചില്ലേ, റാന്നി പെരുന്നാട് പഞ്ചായത്തുകളും ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ആ ശബരിമല കാടുമൊക്കെ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചില്ലേ CPM എന്ന് ചോദിച്ചുകൊണ്ട്, ഇത് ശബരിമല അയ്യപ്പന് വിരുദ്ധമല്ല, അയ്യപ്പൻ്റെ കൊള്ളയ്ക്ക് വിരുദ്ധമല്ല ജനങ്ങൾ, അവർ ഞങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ CPI പറയുന്നു, അവരുടെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു, ശബരിമല അയ്യപ്പൻ ഏറ്റിട്ടുണ്ട് കേരളത്തിൽ. ശബരിമല അയ്യപ്പൻ മാത്രമല്ല ഏറ്റത്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്തെ ദരിദ്ര പരകോടികളെ പറ്റിക്കുന്നത്, അവസാന കാലത്ത് കുറേ DA കൊടുക്കുന്നതും, അവസാന കാലത്ത് കുറേ പറഞ്ഞതിൽ വളരെ കുറച്ച് പെൻഷൻ കൊടുക്കുന്നതും, നക്കാപ്പിച്ച വലിച്ചെറിയുന്നതുമല്ല ഭരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആൾറെഡി ചിന്തിച്ചു കഴിഞ്ഞോ? അവർ ആർക്ക് വോട്ട് ചെയ്യുന്നു നമുക്കറിയത്തില്ല. അവർക്ക് ആർക്ക് വോട്ട് ചെയ്യട്ടെ, അവർ ജനാധിപത്യത്തിന് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ. അവർ കോൺഗ്രസിനോ BJPക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ 3ാം ഭരണത്തിനോ തുടരാം ഒന്നായോ എല്ലാം ശരിയാക്കിയോ എന്തോ ആയിക്കോട്ടെ. മദ്യവർജനമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞ് ഇന്നസെൻറ്റും KPS ലളിതയും കൂടെ വയസ്സുകാലത്തൊരു പ്രണയഗാനം പോലെ അഭിനയിക്കുന്നുണ്ട്. ചേട്ടാ, നമ്മൾക്ക് മദ്യവർജനമാണ് വേണ്ടത്. പടിപടിയായിട്ട് വർജനം കൊണ്ടുവരും, മദ്യവർജനം. അവസാനം സംഭവിച്ചത് രാത്രി 12 മണി വരെ എല്ലാ പടിയിലും മദ്യമായി. എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഒരു PSC അപ്പോയിൻമെൻറ്റ് നടത്തത്തില്ല. എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ PSC അപ്പോയിൻമെൻറ്റ് നടത്താൻ നമ്മളാണെന്ന് വിളിച്ചു പോകും. അതിൻ്റെ കഥ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലാക്കും. 1ാം റാങ്കുകാർക്ക് പോലും അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല. എന്നിട്ട് തിരികെ കയറ്റും, കുത്തി കയറ്റും ആളുകളെ. ഹൈക്കോടതി പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. സർവേ ഹൈക്കോടതി പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആളില്ല, ആൾക്കൂട്ടമില്ല, ആരവമില്ല. കേരള സമൂഹം ഇത് കേൾക്കുന്നില്ല. 100ഓളം രാജ്യങ്ങളിൽ 10-75ഓളം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ഇന്ത്യയിൽ 60 MP-മാരുണ്ടായിരുന്നു. ത്രിപുരയും ബംഗാളും 35 വർഷത്തിലധികം ഭരിച്ചു. രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ വലിയ പാർട്ടിയായിരുന്ന CPM-ഉം CPI-യും എന്തേ ഒരു കായലോര പാർട്ടിയാകുന്നത്? ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തിൻ്റെയും, അങ്ങനെ ഗണേശനെയും ആൻ്റണി രാജുവിനെ അടക്കമുള്ള സകലവരെയും കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു കുറുമുന്നണിയുടെ ഭാഗമായി പോയൊരു പാർട്ടിയായി ഇത് മാറിയെങ്കിൽ ആരാണിതിനെ മാറ്റിയത്? ജനങ്ങളാണോ നേതൃത്വമാണോ? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് ചർച്ച ചെയ്യണമെന്ന് കാരശ്ശേരി പറയുമ്പോൾ
ഇത് ചർച്ച ചെയ്യണമെന്ന് സച്ചിദാനന്ദൻ പറയുമ്പോൾ, ഇത് ചർച്ച ചെയ്യപ്പെടുമെന്ന് കൽപ്പറ്റ നാരായണൻ പറയുമ്പോൾ, ഇത് ചർച്ച ചെയ്യപ്പെടുമെന്ന് VS അനിൽകുമാർ പറയുമ്പോൾ, ഇതുൾപ്പെടെയുള്ള കണക്ക് ചർച്ച ചെയ്യപ്പെടണമെന്ന് കുഞ്ഞികൃഷ്ണന്മാർ പറയുമ്പോൾ, അവരെ വീട്ടിൽ റീത്ത് വെച്ചത് കൊണ്ട് തീരുന്നതാണോ ഈ വിഷയങ്ങൾ? ഒരു കാരണവശാലും തീരുന്നതല്ല. കേരള സമൂഹത്ത് ഒരു വശത്ത് മാനവികത പറയും, മറുവശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ കലാകാരൻ രഹസ്യമായി പറഞ്ഞ കാര്യം, പരസ്യമായിട്ട് പറഞ്ഞില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ രഹസ്യമായി ചെവിയിൽ പറഞ്ഞ കാര്യം കൂടെ നിന്നവർ ഒറ്റ കൊടുത്തുകൊണ്ട് ഒരു കലാകാരനെ നമ്മൾ കൊന്നു, പ്രേംകുമാറിനെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൂടെ നിന്നാൽ സ്നേഹിച്ച് കൊല്ലും, മാറി നിന്നാൽ എതിർത്ത് കൊല്ലും, കുറച്ചുകൂടി കട്ടിയായിട്ട് മാറി നിന്നാൽ വെട്ടിക്കൊല്ലും. എന്നിട്ട് വലിയ തള്ളും. 68% ഔട്ട് ഓഫ് പോക്കറ്റിലൂടെ സ്വകാര്യ മേഖലയിൽ പോയി ചികിത്സിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയൊക്കെ വന്നിരുന്ന് തള്ളും കേരളം ഒന്നാമതാണെന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് സ്കൂളുകളും മാനേജ്മെൻറ്റ് സ്കൂളുകളും വലിയ തോതിലാണ് കേരളത്തിൽ സംഭാവന നൽകുന്നത്. അവിടെ കയറിയിരുന്ന് തള്ളും, ഇത് മുഴുവൻ പൊതുമേഖലയാണ് കൊടുക്കുന്നതെന്ന്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരു മനുഷ്യനില്ല പഠിക്കാൻ, കോളേജുകൾ പൂട്ടിയിട്ടിരിക്കുന്നു, പ്രൊഫസർമാർ ബെറോട്ട അടിച്ച് നടക്കുന്നു. അപ്പോഴും നമ്മൾ തള്ളും. വലിയ തള്ളാണ് തള്ളുന്നത്, PR തള്ളാണ് തള്ളുന്നത്. ഈ തള്ള് ശരിയല്ല, നമ്മുടെ തള്ളൊന്ന് മാറ്റിപ്പിടിക്കണമെന്ന് വെളുപ്പാങ്കാലത്ത് വെള്ളിയാഴ്ചയും വ്യവസ്ഥയുമില്ലാതെ പോകുന്ന ഈ ഭരണകൂടത്തിനെതിരെ അല്പമെങ്കിലും തലയ്ക്ക് വെളിവ് വന്നത് CPIക്കാണ്. പക്ഷെ കാര്യമില്ല, അവർ ചെറിയ ആളുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ബിനോയ് വിശ്വത്തെ വിളിച്ചുകൂട്ടി ചിക്കൻ ബിരിയാണി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെ ഒന്ന് കണ്ണൂട്ടി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ തേനും പാലും കൊടുക്കുമ്പോൾ ബിനോയ് വിശ്വവും ഉരുളും കണ്ണ്. കാരണം പല വിഷയത്തിലും നമ്മൾ കണ്ടതാണ്. എന്തായാലും CPIക്ക് ഇപ്പോൾ നേരം വെളുത്തിരിക്കുകയാണ്. അവർ 2 കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. ഒന്ന്, ജാഥയിൽ ഒരു മനുഷ്യനില്ലായിരുന്നു, പൂച്ചപെറ്റ് കിടക്കുന്ന വേദികളായിരുന്നു അല്ലെങ്കിൽ സദസ്സുകളായിരുന്നു, ആരുമില്ലായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ശബരിമല അയ്യപ്പൻ്റെ കേസ്. കൃത്യമായി ജനങ്ങൾ തലതിരിഞ്ഞ് നിൽക്കുകയാണ്. അത് വോട്ടായി വരുമോ, ആർക്കാണതിൻ്റെ ഗുണം കിട്ടുക എന്ന് ഇപ്പോൾ പറയാനേ കഴിയില്ല. ബിനോയ് വിശ്വത്തിനൊരു ബിഗ് സല്യൂട്ട്.